ലെറ്റ്സ് ടോക്ക് ബൈ ഡോക്ടർ ബീനയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മളൊരു പക്ഷേ തീരെ ചെറിയ ഒരു പപ്പിയായി നമ്മുടെ വീട്ടിലെത്തിക്കുന്ന നായ നമ്മളോടൊപ്പം വളർന്ന് തലമുറകൾ കഴിയുമ്പോൾ ആ നായയ്ക്ക് പ്രായമേറുകയാണ്. ഈ പ്രായമേറിയ നായ നമുക്കറിയാം, നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവർക്ക് നമ്മൾ പ്രത്യേക കരുതലും പരിഗണനയുമൊക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ പ്രിയങ്കരനായ ഈ ഒരു സന്തത സഹചാരി പ്രായമാകുമ്പോൾ പ്രത്യേക കരുതലും പരിചരണവും ഒക്കെ ആവശ്യമാണ്. ഒരു 7 മുതൽ 7 വയസ്സിന് മേൽ പ്രായമുള്ള നായ്ക്കളെയാണ് സാധാരണയായി പ്രായമേറിയ അല്ലെങ്കിൽ മുതിർന്ന നായ്ക്കൾ എന്നുള്ള ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. ഇവർക്ക് ശാരീരികവും മാനസികവുമായ പല മാറ്റങ്ങൾ ഈ ഒരു പ്രായത്തിന് ശേഷം, അതായത് 7 വയസ്സിന് മേൽ ഉണ്ടായിരിക്കും. കാഴ്ചക്കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, കേൾവിക്കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, സന്ധികളെ ബാധിക്കുന്ന പല രോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രായമായ നായ്ക്കളുടെ പരിചരണത്തിൽ നാം വളരെ കരുതലോടെ ശ്രദ്ധയോടെ പോയെങ്കിൽ മാത്രമേ നമ്മുടെ ഈ കൂട്ടുകാരനെ നമ്മളോടൊപ്പം കുറച്ചു നാൾ കൂടിയെങ്കിലും ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. ആദ്യമായി നാം ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് പ്രായമുള്ള നായ്ക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചാണ്. അത് കൊഴുപ്പും കലോറിയും കുറഞ്ഞ ഭക്ഷണം, പ്രോട്ടീൻ കൂടിയ നാരുകൾ കൂടുതലായി അടങ്ങിയിട്ടുള്ള ഭക്ഷണമായിരിക്കണം മുതിർന്ന അല്ലെങ്കിൽ പ്രായമേറിയ നായ്ക്കൾക്ക് നൽകേണ്ടത്. ഫൈബർ അടങ്ങിയിട്ടുള്ള, കൂടുതൽ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഇവയ്ക്ക് മലബന്ധം ഉണ്ടാകാതിരിക്കുവാൻ ഈ പ്രായമേറിയ നായ്ക്കൾക്ക് സഹായകരമായി വരുന്നതാണ്. അതുപോലെ തന്നെ പ്രോബയോട്ടിക്കുകൾ, പ്രായത്തിൻ്റേതായ അനുസരിച്ചുള്ള പ്രോബയോട്ടിക്കുകൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശം അല്ലെങ്കിൽ ഒരു വെറ്ററിനറി ന്യൂട്രീഷനിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം പ്രായമേറിയ നായ്ക്കൾക്ക് കൊടുക്കണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നായ്ക്കൾക്ക് തീർച്ചയായിട്ടും വ്യായാമം ആവശ്യമാണ്. എന്നാൽ ചെറുപ്പമായ അല്ലെങ്കിൽ ചെറിയ നായ്ക്കളെ പോലെ കഠിനമായ വ്യായാമത്തിൽ ഈ പ്രായമേറിയ നായ്ക്കളെ ഏർപ്പെടുത്തുവാൻ ഒരു കാരണവശാലും നാം മുതിരരുത്. ദിവസത്തിൽ 2-3 തവണ ചെറിയ നടത്തകൾ നമുക്ക് ഈ പ്രായമേറിയ നായ്ക്കളെ കൊണ്ട് ചെയ്യാവുന്നതാണ്. അതവർക്കൊരു ചെറിയ വ്യായാമമായി തന്നെ ഉണ്ടാവും. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പ്രായമേറിയ നായ്ക്കളെ സംബന്ധിച്ച് 6 മാസം കൂടുമ്പോൾ ഹെൽത്ത് ചെക്കപ്പ് നടത്തണം. അതായത് അതിൻ്റെ ബ്ലഡ് ടെസ്റ്റുകൾ, CBC എന്ന് പറയും, കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റുകൾ, അതുപോലെ ലിവർ ഫങ്ഷനിങ് ടെസ്റ്റ്, കരളിൻ്റെ കിഡ്നി ഫങ്ഷനിങ് ടെസ്റ്റ്, ഇതെല്ലാം 6 മാസം കൂടുമ്പോൾ ഈ പ്രായമേറിയ നായ്ക്കളിൽ റെഗുലറായിട്ട് ഹെൽത്ത് ചെക്കപ്പ് നടത്തണം. അതുപോലെ തന്നെ പ്രായമേറിയ നായ്ക്കളുടെ നഖം, ചെവി, കണ്ണ്, ഇതൊക്കെ നമ്മൾ കൃത്യമായി പരിശോധിച്ച് മൂക്കിൽ നിന്നോ കണ്ണിൽ നിന്നോ ചെവിയിൽ നിന്നോ എന്തെങ്കിലും ദ്രാവകങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ആവശ്യമായ ചികിത്സ നൽകുവാനും ശ്രദ്ധിക്കണം. ഇതൊക്കെ ഒരു പെറ്റ് ഓണർ അല്ലെങ്കിൽ പെറ്റ് പേരൻറ്റ് ദിവസവും ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ നായയുടെ ഈ അവസ്ഥകളൊക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. മാനസികമായി കൂടുതൽ കരുതൽ വേണ്ട ഒരു സമയമാണ് ഇത്തരത്തിലുള്ള പ്രായം ഏറുന്തോറും നായ്ക്കൾക്ക്. അതുകൊണ്ട് തന്നെ വളരെ ക്ഷമയോടെ നാം അവയെ പരിചരിക്കണം. അനുകമ്പാപൂർവം നാം ഈ പ്രായമേറിയ നായ്ക്കളെ സമീപിക്കണം. ഓരോ നായയ്ക്കും വ്യത്യസ്തമായ സ്വഭാവങ്ങളും മാനസിക രീതികളും ഉള്ളത് കൊണ്ട് തന്നെ ഓരോ നായയോടുള്ള സമീപനവും വ്യത്യസ്തമായിരിക്കും. നമ്മുടെ നായയുടെ പ്രായമേറിയ നമ്മുടെ കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിനനുസരിച്ചുള്ള പരിഗണനയും സ്നേഹവും നൽകുവാൻ ഓരോ പെറ്റ് പേരൻസും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രായമായി എന്ന് കരുതി അവരെ അവഗണിക്കാതിരിക്കുക, അവരെ കൂടുതൽ സ്നേഹത്തോടെ നമ്മോടൊപ്പം ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത്. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.